Hello dear students, welcome to Be a Topper. Today we are going to discuss Kingdomplantae Pteridophyte. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ Bryophytes ആണ് കണ്ടത്. സോ ഈ ക്ലാസ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ട്രെൻഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ്. സോ ട്രെൻഡി ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗ്രീക്ക് വേർഡായ ടെറിസിൽ നിന്നാണ് ടെറിഡോഫൈറ്റ് എന്നുള്ള വേർഡ് ഉണ്ടായത്. ആ ടെറിസിൻ്റെ മീനിങ് ഫേൺസ് എന്നാണ്. സോ മെനി ഓഫ് ദം ആർ ornamental plants. What do you mean by ornamental plants? അലങ്കാര ചെടികൾ. Some of them are having medicinal properties and still others are used as soil binders. Soil erosion prevent ചെയ്യാനുള്ളത്. The main key feature which makes them different from other group is that they possess vascular tissues. That is, they are having conductive elements such as xylem and phloem. Like Bryophytes, they are also found in cool, damp, shady places. So, Pteridophyte life cycle രണ്ട് സ്റ്റേജ് ഉണ്ട്, of which the dominant phase of the pteridophytic plant life cycle is sporophytic stage. What do you mean by sporophytic stage? Spore producing plants are called as sporophytic stage. So, നമ്മൾ ഈ കാണുന്ന ടെറിഡോഫൈറ്റ്സിനെ എല്ലാം ലീഫിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? അതിൻ്റെ സ്പോർ കാണാൻ പറ്റും അല്ലേ? സോ അത് ഡോമിനൻറ്റ് ഫേസ് സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്സ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കയ്യിലടിച്ച് ടാറ്റു ഒക്കെ കളിച്ച് കാണും. അതെല്ലാം ആ ടാറ്റു വരുന്നത് എന്താണ്? അതിൻ്റെ സ്പോറോഫൈറ്റ് പ്ലാന്റിൻ്റെ സ്പോറോഫിൽസിൽ നിന്ന് വരുന്ന സ്പോർസ് ആണ്. ഓക്കെ, നമുക്കത് ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണാനിരിക്കുന്നതാണ്. ബ്രയോഫൈറ്റിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കുക. നമ്മളത് പറഞ്ഞു, അത് താലോഫൈറ്റ് ആണ്. ഇറ്റ് ഈസ് ഹാവിങ് ഫ്രൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക് ആൻഡ് ലീഫ് ലൈക്ക് ഓർഗൻസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ദ പ്ലാന്റ് ബോഡി ഈസ് ഹാവിങ് ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം ആൻഡ് ട്രൂ ലീവ്സ്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലാന്റ് ബോഡി എന്തായിരുന്നു? സ്പോറോഫൈറ്റ്, വിച്ച് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ട്രൂ റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ആൻഡ് ദേ ആർ ഹാവിങ് ആൾസോ വെൽ ഡിഫറൻഷിയേറ്റഡ് വാസ്കുലർ ടിഷ്യൂസ്. So, when coming to the leaves are maybe of two types. ഒരു പ്ലാന്റിലല്ല, ചെറിയ ലീവ്സ് ഉള്ളതിനെ നമ്മൾ മൈക്രോ ഫിൽസ് എന്നും, വലിയ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ലൈക്ക് ഫേൺസ് അതിന് നമ്മൾ മാക്രോ ഫിൽസ് എന്ന് പറയും. ഓക്കെ, സോ സ്മോൾ മൈക്രോ ഫിൽസ് ആർ സീൻ ഇൻ സലാജിനെല്ല ആൻഡ് മാക്രോ ഫിൽസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് ലൈക്ക് ഫേൺസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി കാണും. അത് ടാറ്റുവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഈ ഫേൺസിൻ്റെ താഴെ കാണുന്ന സ്ട്രക്ചറിനെയാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അതിനകത്താണ് സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സ് ആർ കോൾഡ് ആസ് സ്പോറോഫിൽസ്. ഓക്കെ, സോ സ്പോർസ്, സ്പൊറാഞ്ചിയ ആൻഡ് സ്പോറോഫിൽസ്. ഇനി വേറെ ചില ജീനസുകൾ, ഇക്കോസിറ്റം, സലാജിനെല്ല അതുപോലെയുള്ള ജീനസിൽ സ്പോറോഫിൽസ് എങ്ങനെയായിട്ട് കാണുന്നു? ഒരു കോൺ പോലെ കാണുന്നു. യു ക്യാൻ സീ ദാറ്റ് ഹിയർ structures are differentiated into distinct compact structures called strobili or cones. Example, Equisitum and Selaginella. So this sporangia produces spores as a result of reduction, division or meiosis in sporophylls or strobili. സ്പോറോഫിൽസിലാണെങ്കിലും സ്ട്രോബൈലിയിലാണെങ്കിലും സ്പൊറാഞ്ചിയ സ്പോർ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷനിൽ സംഭവിച്ചാണ് സ്പോർ ഉണ്ടാകുന്നത്. സോ മിയോസിസ് ഒക്കേഴ്സ് ഇൻ സ്പോർ മദർ സെൽ സോ ആസ് ടു ഫോം സ്പോർസ്. സോ ഐ റിപ്പീറ്റ്, ദ സ്പോർ മദർ സെൽസ് ഇൻ ദ സ്പൊറാഞ്ചിയ undergoes reduction division to form spores. So the spores germinate to form very small structure known as gametophyte. So ഈ gametophyteൻ്റെ പെക്യുലാരിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. This gametophyte is multicellular, free living, photosynthetic as well as thalloid. So ഒരു മൾട്ടിസെല്ലുലർ ആണ്, ഫ്രീ ലിവിങ് ആണ്,
thalloid ആണ്, photosynthetic ആണ്. So that type of gametophyte which germinates from spore in the case of pteridophytes. അതിന് ഒരു പ്രത്യേക പേരുണ്ട്. It is known as prothallus. Prothallus. Okay. Generally they are heart-shaped structure ആണ്. Okay. Hope you understand the point. So ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ലൈഫ് സൈക്കിൾ നോക്കിയാൽ അറിയാം, ഇത് സ്പോറോഫൈറ്റ് ആണ്, ഇത് gametophyte ആണ്. So gametophyte കമ്പാരിറ്റീവ്ലി സ്പോറോഫൈറ്റിനേക്കാളും വളരെ ചെറുതാണ്. So dominant phase ഏതാണ്? Sporophyte is the dominant phase in the case of Pteridophytes. Okay. Point clear ആണെന്ന് പ്രതീക്ഷിക്കുന്നു. We can move to the next portion. So നമുക്ക് gametophyteന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു gametophyte ഹാർട്ട് ഷേപ്ഡ് ആണ്, അത് ഫ്രീ ലിവിങ് ആണ്, മൾട്ടി സെല്ലുലർ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. They are having rhizoids, they are having chlorophyll for photosynthesis. ഇനി why we are calling it as gametophyte? Because they produce gametes. So we can see that there are structures such as archegonium and antheridium, so as to produce the male and female gametes. So അതെവിടെയാണ് കാണുന്നത്? gametophyte. Even if അതൊരു ചെറിയ സ്ട്രക്ചർ ആണെങ്കിൽ പോലും എന്തുണ്ട്? വെൽ ഡെവലപ്ഡ് antheridium, archegonium ഉണ്ട്, and they produce gametes. Water is required for the movement of anthrozoids towards the archegonium, and the fertilization occur inside the archegonium so as to form a zygote. So antheridium produce ചെയ്യപ്പെടുന്ന anthrozoid archegonium എത്തുന്നു. They undergo fertilization, എന്നിട്ട് what is the result of fertilization? A zygote is resulted. What happened? What is the feature of the zygote? The zygote develops into a well-developed sporophyte, which is the spore-bearing generation, or the ഇപ്പോൾ ഇവിടെ നമ്മൾ diploid phase ആണ്. Sporophyte means it is a diploid phase. Okay. Whereas the gametophyte is a haploid phase. Why? Because നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ spore mother cell undergoes meiosis or reduction division to form spores. So ഈ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, so that നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റുവൽ ഡീറ്റെയിൽസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിഷ്വലൈസ്. നമ്മുടെ മനസ്സിലേക്ക് ഈ ചിത്രം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഓർത്തെടുത്ത് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. So here is said that the dominant phase of pteridophytes are sporophytic generation. That means producing spores. Majority of the pteridophytes produces only single kind of spores or similar type of spores. So they are known as homospores. Homo means similar. Homo എന്നുള്ള വാക്കിന്റെ മീനിങ് തന്നെ സെയിം അല്ലെങ്കിൽ സിമിലർ എന്നാണ് അർത്ഥം. So homosporous means similar type of spores. So certain other genera like Selaginella, salvia അതുപോലുള്ള ജനറകളിൽ what heterosporous condition is noticed for the first time. So heterosporous എന്ന് പറയുമ്പോൾ hetero means different. So different എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രണ്ട് ടൈപ്പ് സ്പോർ ഉണ്ടാവും, ഒരു ലാർജ് മാക്രോസ്പോറും സ്മോൾ മൈക്രോസ്പോറും. സോ സെലാജിനെല്ല, സാൽവിയ അതുപോലെയുള്ള ജീനസുകളെ നമ്മൾ ഹെട്രോസ്പോറസ് സ്പീഷീസ് എന്ന് പറയുന്നു. വൈ? ബിക്കോസ് രണ്ട് തരം സ്പോർസ് ഒരേ പ്ലാന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ്? ഇത് എവല്യൂഷണറി ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് സീഡ് ഹാബിറ്റ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ പറ്റും. സീഡ് ഹാബിറ്റ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സീഡ് ഹാബിറ്റ്, ബിക്കോസ് രണ്ട് തരം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാത്രമല്ല ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെഗാസ്പോറിന്റെ ഡെവലപ്മെന്റ് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ അകത്താണ്. ഓക്കെ. ഇതിവിടെ സീഡ് ഹാബിറ്റ് ഫോം എന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു പ്രിക്കേഴ്സറാണ്.
So we have already discussed there are two types of spores, megaspore and microspore. Megaspore develop into a female gametophyte and microspore develop into male gametophyte. So these are the two species which we have studied right now, Selaginella and Salvinia. Salvinia നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇത് ഒരു aquatic fern ആണ്. So these points are very important. So the female gametophytes in this species such as Salvinia and Selaginella are retained on the parent sporophyte for a variable period, and the development of zygote into young embryos occur within the female gametophyte. So that is why this event is regarded as a precursor to the seed habit. So this is an important step in evolution. So zygote development female gametophyte ന്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. So that is the relevance of this group of organisms, especially heterosporous groups of pteridophytes, which shows seed habit. So there are four classes of pteridophytes: Psilopsida, Lecopsida, Sphenopsida and Pteropsida. Psilotum is the example for Psilopsida. Lycopodium and Selaginella is an example for Lecopsida. Sphenopsida example ആണ് Ecophytum or horsetail. Pteropsida or ferns അതിന് example ആണ് Bryopteris, Pteris, Azolla, Adantum. Azolla is used as a biofertilizer or biofeed. This is known as a walking fern or Adantum. Walking fern എന്ന് പറയുന്നത് എന്താണ്? They can walk by means of their buds producing. Wherever buds are produced, what is formed? A new plant is formed. Okay. Leaf tipilana idinte buds undava. So ee plant soil touch cheyunna bhagathu buds develop cheyunu. Avadunnu endu vettunnu pudhiya plant develop cheyunu. So ee chedichattiyil irikkunna plant korchu naal kazhiyumbol chelappo ee chedichattiyil ninnu ചുറ്റുവട്ടത്തൊക്കെ ഇതിന്റെ buds develop ചെയ്ത് പുതിയ plants ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. So that is why it is called as walking fern. Okay, Adantum is known as walking fern. Hope you understood the topic Pteridophytes. We can see in the next video with another topic. നിങ്ങളുടെ valuable suggestions and comments comment box il iduka, and don't forget to like, share and subscribe the channel. Be a topper. So thanks for watching. Enjoy learning. Bye.